നമസ്കാരം. എല്ലാവർക്കും ടൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ സെറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്കിനി ജനുവരിയിലായിരിക്കും എക്സാം ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവരും എക്സാമിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, നമുക്ക് കൂടുതൽ സമയമുണ്ട് എന്ന് കരുതി ആരും പിന്നോട്ട് നിൽക്കരുത്. നമുക്ക് എത്ര പെട്ടെന്ന് നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മുടെ സിലബസ് കവർ ചെയ്തതിന് ശേഷം എല്ലാവരും റിവിഷനിലേക്ക് കടക്കണം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് പറയുന്നത് സെറ്റ് മലയാളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സിലബസ് ഏത് രീതിയിൽ പഠിക്കണം, എങ്ങനെ പഠിച്ചാലാണ് നമുക്ക് സെറ്റ് ക്വാളിഫൈ ചെയ്യാൻ പറ്റുക, അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം പ്രിപ്പറേഷൻ ഉണ്ടായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ടൂസ് അക്കാഡമിയെ സംബന്ധിച്ച് ഓരോ സീസണിലും നമ്മുടെ സെറ്റിൽ ഒത്തിരി പേരെ ക്വാളിഫൈ ചെയ്യിക്കുന്ന ഒരു അക്കാഡമിയാണ് നമ്മുടെ അക്കാഡമി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ അക്കാഡമി ജനറൽ പേപ്പർ, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബോട്ടണി, സുവോളജി, ഇംഗ്ലീഷ്, എക്കണോമിക്സ്, കൊമേഴ്സ്, മലയാളം തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ കോച്ചിങ് നടത്തി വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളെ കുറിച്ചൊക്കെ നിങ്ങൾ യൂട്യൂബ് വഴിയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും. റെക്കോർഡഡ് ക്ലാസ്സുകളാണ് നമ്മൾ നൽകുന്നത്. PDF നോട്ട്സുകൾ നൽകും. വളരെ എഫിഷ്യൻ്റായിട്ടുള്ള ടീച്ചേഴ്സിൻ്റെ നേതൃത്വത്തിലാണ് നമ്മൾ നമ്മുടെ ഈ ഒരു കോച്ചിങ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സെറ്റ് ക്വാളിഫൈ ചെയ്യാത്ത ആളുകളാണെങ്കിൽ, അടുത്ത സെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ആളുകളാണെങ്കിൽ, നിങ്ങൾക്കൊരു നല്ല നേതൃത്വം ആവശ്യമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നമ്മുടെ അക്കാഡമിയെ തീർച്ചയായും ചൂസ് ചെയ്യുക. നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂസൊക്കെ നോക്കി കഴിഞ്ഞ് നമ്മുടെ ഡെമോ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളൊക്കെ അറേഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ ഈ അക്കാഡമിയോടൊപ്പം ചേരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ജോയിൻ ചെയ്യുക. നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. 7510155485 എന്ന നമ്പറിലേക്കായിരിക്കണം നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ സിലബസിനെ കുറിച്ച് അറിയണം. നിങ്ങൾ പഠിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് എന്താണ് എന്ന്, നമ്മുടെ സിലബസ് എല്ലാവരും നിങ്ങൾ പ്രിൻ്റ് എടുത്ത് വെച്ചിരിക്കണം നിർബന്ധമായിട്ടും. ഓക്കെ, അപ്പോൾ സിലബസിനെ കുറിച്ച് സാമാന്യൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് 6 യൂണിറ്റുകളാണുള്ളത്. ഓക്കെ, 6 യൂണിറ്റുകളാണുള്ളത്. 6 യൂണിറ്റുകളിലായി 10 മൊഡ്യൂളുകളുണ്ട്. ഓക്കെ, 6 യൂണിറ്റുകളിലായി 10 മൊഡ്യൂളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 6 × 10 60 മൊഡ്യൂളുകളാണ് നമുക്കുള്ളത്. ഓക്കെ, 60 മൊഡ്യൂളുകളാണ് ഉള്ളത്. അപ്പോൾ ഈ 60 മൊഡ്യൂൾ എന്ന് പറയുമ്പം അത്രയും വാസ്റ്റായിട്ടുള്ള ഒരു സിലബസാണ് നമുക്ക് തന്നിട്ടുള്ളത്. പക്ഷേ ഓരോ മൊഡ്യൂളിലും വളരെ ചെറിയ ചെറിയ കണ്ടൻറ്റ് മാത്രമാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇപ്പം നമ്മൾ HSA അല്ലെങ്കിൽ HSST പോലുള്ള സിലബസിനെ ഒറ്റ സിലബസായിട്ടാണ്, ഒറ്റ ഭാഗങ്ങളായിട്ടാണ് അതിലോരോ നമ്മുടെ സെറ്റിൻ്റെ തന്നെ സിലബസിലെ ഓരോ കാര്യങ്ങളും കഥ, കവിത, നോവലൊക്കെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ HSST സിലബസിനെ സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു സെറ്റിൻ്റെ സിലബസ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും മൊഡ്യൂളുകളായിട്ട് ഇതിൽ വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയും മൊഡ്യൂളുകൾ എങ്ങനെയാണ് നമ്മൾ സിലബസ് പ്രകാരം കവർ ചെയ്യുക എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഒരു ടെൻഷനും വേണ്ട. നമ്മൾ വളരെ കൃത്യമായും ചിട്ടയോടും കൂടിയാണ് ഈ ഒരു പഠനം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ സിലബസ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലായി. 6 യൂണിറ്റ് ഉണ്ടായിരിക്കും, 10 മൊഡ്യൂളുകളുണ്ടായിരിക്കും. ഇനി ഏതൊക്കെയാണ് 6 യൂണിറ്റുകളെന്ന് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ യൂണിറ്റ് പദ്യമാണ്. ഓക്കെ, പദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ രാമചരിതം മുതൽ ഇന്ന് ഈ കാണുന്ന ഉത്തരാധുനിക കവികൾ ഉൾപ്പെടുന്ന കവിതകൾ വരെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. അപ്പം അതൊരു വലിയ മേഖലയാണ് അല്ലേ പദ്യം എന്ന് പറയുന്നത്. അതിൽ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും. നമ്മുടെ സിലബസിൽ വളരെ എടുത്തെടുത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രാചീന കവിത, അതുപോലെ തന്നെ നിരണം കൃതികൾ, അത് കഴിഞ്ഞിട്ട് കിളിപ്പാട്ട് പ്രസ്ഥാനം, ജ്ഞാനപ്പാന, അത് കഴിഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള കവികൾ. ഓക്കെ, നമ്മളെ ചങ്ങമ്പുഴ, ഇടപ്പള്ളിയൊക്കെ വരുന്ന ഒരു ഭാഗം, വള്ളത്തോൾ, ആശാൻ, ഉള്ളൂരൊക്കെ വരുന്നൊരു ഭാഗം, അത് കഴിഞ്ഞ് ആധുനിക എഴുത്തുകാരായിട്ടുള്ള പി രാമചന്ദ്രൻ, സാവിത്രി രാജീവൻ തുടങ്ങിയവരൊക്കെ അടങ്ങുന്ന ഒരു ഭാഗം. അപ്പോൾ നമ്മുടെ സിലബസിൽ തന്നിട്ടുള്ള ആളുകളെ നമ്മൾ തീർച്ചയായിട്ടും അവരുടെ കൃതികളും അതിൻ്റെ പ്രത്യേകതകൾ എന്നുള്ള രീതിയിൽ നമ്മൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. ഓക്കെ, പദ്യം.
രണ്ടാമത്തെ ഭാഗം ഗദ്യമാണ്. ഓക്കെ, ഗദ്യം എന്ന് പറയുന്നതിൽ ഒത്തിരി മേഖല കടന്നു വരുന്നുണ്ട്. അതായത് നമ്മുടെ മിഷണറി ഗദ്യം, ശാസനങ്ങൾ തുടങ്ങി അതിൽ ഉൾപ്പെടുന്നത് സഞ്ചാര സാഹിത്യം, അതുപോലെ തന്നെ ജീവചരിത്രം, ആത്മകഥ തുടങ്ങിയവയൊക്കെ ഈ ഒരു ഗദ്യം എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗത്താണ് വരുന്നത്. ക്ലിയർ? ഇനി ഇതിൽ തന്നെയാണ് നമുക്ക് വളരെ വലിയൊരു മേഖലയായിട്ടുള്ള, വിശാലമായിട്ടുള്ള മേഖലയായിട്ടുള്ള ചെറുകഥ, അതുപോലെ തന്നെ നോവൽ എന്ന ഭാഗവും ഈ ഗദ്യത്തിൽ തന്നെയാണ് ഉൾക്കൊള്ളുന്നത്. ക്ലിയർ? അപ്പോൾ ചെറുകഥയും നോവലും നമ്മൾ പദ്യം പറഞ്ഞതുപോലെ തന്നെ അതിൻ്റെ ആദ്യകാല എഴുത്ത് മുതൽ ഉത്തരാധുനിക എഴുത്ത് വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അതിൽ പഠിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മുടെ സിലബസിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആളുകൾ ചെറുകഥയായാലും അതുപോലെ തന്നെ നോവലായിരുന്നാലും, ഇപ്പോൾ തകഴി, ബഷീർ, പൊറ്റക്കാട് അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ള ആളുകളെ കൃത്യമായിട്ട് അവരുടെ കൃതികളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ആദ്യത്തെ 2 യൂണിറ്റുകളും വളരെ വാസ്റ്റായിട്ടുള്ളൊരു ഏരിയയാണ്. ഓക്കെ, വിശാലമായിട്ട് നമുക്ക് പഠിക്കേണ്ട, ഒത്തിരി സമയമെടുത്ത് പഠിക്കേണ്ട ഒരു ഭാഗമാണ് പദ്യവും ഗദ്യവും എന്ന് പറയുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പഠിക്കാൻ തോന്നുന്ന ഒരു യൂണിറ്റാണ് ദൃശ്യകലാ സാഹിത്യ പഠനം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ തുള്ളൽ, അതുപോലെ തന്നെ കഥകളി, സിനിമ, കലകൾ, നാടകം തുടങ്ങിയവയൊക്കെയാണ് ദൃശ്യകലാ സാഹിത്യ പഠനത്തിൽ വരുന്നത്. ക്ലിയർ? ഇനി കേരള സംസ്കാരം നമുക്കറിയാം, നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത്. കലകൾ, അതുപോലെ തന്നെ കലാപങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് കേരള സംസ്കാരത്തിൽ വരുന്നത്. സാഹിത്യ സിദ്ധാന്തത്തിൽ നമുക്ക് പഠിക്കാനുള്ള കവി, കാവ്യം, സഹൃദയൻ, ഇതൊക്കെ ആരാണ് എന്നുള്ളത്, പിന്നെ ഓരോരുത്തരുടെ സൈദ്ധാന്തികരായിട്ടുള്ള ആളുകളുടെ ആശയങ്ങൾ, അവരുടെ കൃതികൾ, അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പ്രധാന സംഭാവനകൾ, ഒക്കെ സാഹിത്യ സിദ്ധാന്തം നമുക്ക് പാശ്ചാത്യവും പൗരസ്ത്യവും പഠിക്കാനുണ്ട്. ഇനി വിമർശനവും ഇതുപോലെ തന്നെയാണ്. പ്രധാനപ്പെട്ടിട്ടുള്ള വിമർശകർ അഴീക്കോട്, എസ് ഗുപ്തൻ നായർ, കെ എം ജോർജ് തുടങ്ങിയവരുടെ അഭിപ്രായങ്ങൾ, വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോ കൃതിയെയും അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ നോക്കിക്കാണുന്ന അവരുടെ അഭിപ്രായങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. ഇനി അടുത്തത് വ്യാകരണവും ഭാഷാശാസ്ത്രവുമാണ്. ഇതിൽ വ്യാകരണം വളരെ കുറച്ച് മാത്രമാണ് നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. നമുക്കറിയാവുന്ന ഏറ്റവും ബേസിക്കായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് വ്യാകരണത്തിൽ കൊടുത്തിട്ടുള്ളത്. അതിൽ നമുക്ക് കുറച്ചുകൂടി ഒന്ന് വേറിട്ട് നിൽക്കുന്നത് സന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമായിരിക്കും. ഓക്കെ, നമ്മുടെ ലീലാതിലകത്തിൽ സന്ധി കൂടി ചേർന്ന് പഠിക്കേണ്ട ഒരു ഭാഗമാണ് വ്യാകരണത്തിലെ സന്ധി എന്ന് പറയുന്നത്. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് ബേസിക്കായിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ക്ലിയർ? ഇനി ഭാഷാശാസ്ത്രം. ഓക്കെ, ഭാഷാശാസ്ത്രത്തിൽ നമ്മൾ സ്വനം, സ്വനിമം, രൂപിമം, ഉപസ്വനം, അതുപോലെ തന്നെ ഭാഷാ കക്ഷികൾ, ഗോത്രങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഭാഷാശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ സാമാന്യമായിട്ട് നമ്മുടെ സിലബസിനെ കുറിച്ച് ഇത്രയൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി നമ്മൾ ഈ ഒരു പഠനം തുടങ്ങുന്ന സമയത്ത് നമുക്കിതിലെ പ്രധാന ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഓക്കെ, പ്രധാന ഭാഗങ്ങൾ ചെറുകഥ, നോവൽ പ്രധാന ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ കവിത, ആട്ടക്കഥ, തുള്ളൽ, വ്യാകരണം, സാഹിത്യ സിദ്ധാന്തം, ഇത്രയാണ് ഇതിലെ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്രധാന ഭാഗങ്ങൾ എന്ന് പറയുന്നതിന് കാരണം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഭാഗത്ത് നിന്നാണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് പ്രധാന ഭാഗങ്ങളായിരിക്കെ തന്നെ തീർച്ചയായിട്ടും നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട ഭാഗങ്ങൾ അല്ലെങ്കിൽ യൂണിറ്റുകൾ എന്ന് പറയുന്നത് 3, 4, 5, 6 യൂണിറ്റുകളാണ്. ഓക്കെ, 3, 4, 5, 6 യൂണിറ്റുകൾ ഏതൊക്കെയാണ്? ദൃശ്യകലാ സാഹിത്യ പഠനം, കേരള സംസ്കാരം, സാഹിത്യ സിദ്ധാന്തം, വിമർശനം, വ്യാകരണം, ഭാഷാശാസ്ത്രം. ഈ 4 യൂണിറ്റുകളാണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട യൂണിറ്റുകൾ. കാരണം എന്താണ് എന്ന് വെച്ചാൽ, നമുക്ക് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമ്മുടെ സിലബസ് പറഞ്ഞ സമയത്ത് പദ്യവും ഗദ്യവും പറഞ്ഞു. നമുക്ക് അതിലൊത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്ന്, അല്ലേ? അപ്പോൾ ഏറ്റവും പഴയത് മുതൽ പുതിയ ഉത്തരാധുനിക കൃതികൾ വരെ നമുക്കതിൽ പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് കവിതയെ സംബന്ധിച്ചാണെങ്കിൽ എല്ലാ കവിതകളിലെയും വരികൾ നമുക്ക് കാണാതെ പഠിക്കാൻ കഴിയില്ല. കവികളും അവരെഴുതിയിട്ടുള്ള കവിതകളും അത് എഴുതിയിട്ടുള്ള എഴുത്തുകാരെയും നമുക്ക് പഠിക്കാൻ കഴിയും.
അല്ലേ? പക്ഷേ എല്ലാ കൃതികളിലെയും എല്ലാ വരികളും നമുക്ക് കാണാതെ പഠിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെയാണ് നോവലും ചെറുകഥയും ഒക്കെ. നോവലും ചെറുകഥയും നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ എഴുതിയ ആളുകൾ അവരെഴുതിയിട്ടുള്ള കൃതികളും നമുക്ക് മാക്സിമം പഠിച്ചു വയ്ക്കാൻ പറ്റും. പക്ഷേ അതിലുള്ള അതിൻ്റെ കഥാപാത്രങ്ങൾ, അതുപോലെ തന്നെ അതിൻ്റെ കഥാസാഹചര്യങ്ങൾ, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ പ്രമേയം എല്ലാത്തിനെയും നമുക്ക് പഠിക്കാൻ കഴിയില്ല, അല്ലേ? അപ്പോൾ ഇത് രണ്ടും നമ്മളെ സംബന്ധിച്ച് ഒരു ടാസ്ക്കായിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് മൂന്നും. ഓക്കെ, ചെറുകഥ, നോവൽ, കവിത. അപ്പോൾ അത് നമുക്ക് ആ ഭാഗത്ത് നിന്നും നമുക്ക് മാക്സിമം നമുക്ക് എത്ര പറ്റുമോ അത്ര മാത്രമേ നമുക്ക് വായിക്കാനും പഠിക്കാനും കഴിയുള്ളൂ. ക്ലിയർ? എന്നാൽ ഈ 3, 4, 5, 6 യൂണിറ്റുകൾ എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ സ്റ്റാറ്റിക്കായിട്ടുള്ള ചോദ്യങ്ങളാണ്. ഓക്കെ, ആ ഭാഗങ്ങൾ നമുക്ക് പഠിച്ചാൽ വരും എന്ന് ഉറപ്പുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മളതിൽ പഠിക്കുന്നുള്ളൂ. ഓക്കെ, നമ്മൾ ഈ സിലബസിന് പുറത്തുള്ള ഒരു കാര്യം അതിൽ നിന്നും കൂടുതലായിട്ടും വന്ന് കണ്ടിട്ടില്ല. ക്ലിയർ? അപ്പോൾ നമുക്ക് 3, 4, 5, 6 യൂണിറ്റുകൾ തന്നെ നമുക്ക് വളരെ ക്ലിയറായിട്ട് പഠിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ ഈ സെറ്റ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ട യൂണിറ്റുകൾ എന്ന് പറയുന്നത് 3, 4, 5, 6 യൂണിറ്റുകളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ വ്യാകരണം, സാഹിത്യ സിദ്ധാന്തമൊക്കെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. ഒരേ ചോദ്യം തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറുകളിലായിട്ട് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിൽ നിന്നും വരുന്ന ഒരു മോഡലുണ്ട്. ആ മോഡലിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ആ ഭാഗത്ത് നിന്നും വരുന്നുള്ളൂ. ക്ലിയർ? അപ്പോൾ ഈ ഭാഗങ്ങളാണ് നിങ്ങൾ കൂടുതലായിട്ടും എന്തായിട്ട് കാണേണ്ടത്, ഫോക്കസ് ചെയ്തിട്ട് പഠിക്കേണ്ടത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആവർത്തിക്കുന്ന ഭാഗങ്ങൾ, അപ്പോൾ വ്യാകരണം, തുള്ളൽ, ആട്ടക്കഥ, സാഹിത്യ സിദ്ധാന്തം, ഈ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഒരേ ചോദ്യങ്ങൾ പല തവണയായിട്ട് ആവർത്തിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഭാഗം എന്ന് പറയുന്നത് എന്താണ്? ആവർത്തിച്ച് വരുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഈ ഭാഗങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിക്കണം. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള, ഞാൻ നിർബന്ധമായിട്ടും പഠിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള യൂണിറ്റുകൾ ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ഈ ആവർത്തിക്കുന്ന ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ 3, 4, 5, 6 ഈ യൂണിറ്റുകളിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ആവർത്തിക്കുന്ന ഭാഗങ്ങളാണ്, അതുകൊണ്ട് അത് നിർബന്ധമായിട്ട് പഠിക്കണം. ഇനി നമുക്ക് പഠനം എങ്ങനെയാണ് നമ്മുടെ സമയക്രമീകരണം നടത്തേണ്ടത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് ഇപ്പം നമ്മൾ സെപ്റ്റംബറായി, ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബർ 3 മാസം നമുക്കുണ്ട്. ഓക്കെ, ഈ 3 മാസം, അതുപോലെ തന്നെ സെപ്റ്റംബറിലെ കുറച്ച് ഭാഗവും ജനുവരിയിലെ കുറച്ച് ഭാഗവും കൂടി നമുക്ക് ഏകദേശം ഒരു 4 മാസത്തോളം കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. അതിൽ നമ്മൾ 3 മാസമാണ് പഠനത്തിനായിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഏകദേശം ഒരു സമയം നമുക്ക് 3 മാസമാണ് കിട്ടുക എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, 3 മാസം എന്തായാലും കിട്ടും. 3 മാസമല്ല, 4 മാസം. ഓക്കെ, അപ്പോൾ അതിൽ 3 മാസവും നമ്മൾ പഠനത്തിനായിട്ട് ചിലവഴിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോ മാസത്തിലും ഒരു മാസത്തിന് 20 മൊഡ്യൂൾ വെച്ച് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 20 മൊഡ്യൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 യൂണിറ്റുകൾ ഒരു മാസത്തിൽ നമുക്ക് പഠിച്ചു തീർക്കാം. ഓക്കെ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ മൊഡ്യൂളിലും ചെറിയ ചെറിയ ടോപ്പിക്കുകൾ മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാ മൊഡ്യൂളുകളും നമുക്ക് പ്രധാനപ്പെട്ട മൊഡ്യൂളുകളല്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കത് ഈ സിലബസ് വായിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 3 മാസത്തെ പഠനത്തിൽ നമ്മൾ ഒരു മാസം 20 മൊഡ്യൂൾ വെച്ച് പഠിക്കുന്നു. അതായത് 2 യൂണിറ്റുകൾ വെച്ചിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പഠിക്കുന്നത് എന്ന് പറഞ്ഞാലും ഞാനിടുന്ന ഈ ഒരു രീതിക്കനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാൻ കഴിയണമെന്നില്ല, അല്ലേ? അപ്പോൾ നമുക്കൊരു ദിവസം ഒരു 3 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 4 മണിക്കൂർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ 20 മൊഡ്യൂളുകൾ വളരെ സിമ്പിളായിട്ട് പഠിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഈ പഠനത്തിനായിട്ട് മാത്രം ചിലവഴിക്കുന്ന ആളുകളായിരിക്കില്ല. ചില ആളുകൾ വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും, പിന്നെ വീട്ടിൽ ജോലികളും എല്ലാം കൂടി മാനേജ് ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ടായിരിക്കും, അല്ലേ? അപ്പം ആർക്കായിരുന്നാലും ഈ രീതിയിലുള്ള നമ്മളിന്ന് പഠനം തുടങ്ങുകയാണെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള പഠനം വളരെ ആയാസകരമായിട്ട് പഠിക്കാനുള്ളൊരു സമയം നമുക്ക് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രീതിക്ക് തന്നെ തുടങ്ങണം എന്ന് മാത്രം. ക്ലിയർ? അപ്പോൾ നിങ്ങളുടെ കൺവീനിയൻ്റ് ആയിട്ടുള്ള സമയത്തിനനുസരിച്ച് നിങ്ങളൊരു ടൈം ടേബിൾ തയ്യാറാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നിർബന്ധമായിട്ടും നമുക്ക് ഈ സെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പം നമുക്ക് HSST എക്സാം കഴിഞ്ഞു എന്ന് കരുതി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടല്ലേ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് ഇപ്പം ഇനി സെറ്റ് നേടിയെടുക്കേണ്ട, കാര്യമായിട്ടുള്ള രീതിയിൽ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കേണ്ട
എന്ന് വിചാരിക്കുന്ന ആളുകളുണ്ടെങ്കിൽ HST ജൂനിയർ മാത്രമാണ് വിളിച്ചിട്ടുള്ളൂ, സീനിയർ വിളിച്ചിട്ടില്ല. ഓക്കെ, അപ്പോൾ ഏത് നിമിഷം നമുക്ക് സീനിയർ വിളിക്കാം എന്നുള്ള രീതിയിൽ വേണം നമ്മൾ നേരത്തെ തന്നെ സെറ്റ് ക്വാളിഫൈ ചെയ്ത് ഇരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചൊരു എക്സ്ട്രാ പോയിൻ്റ് തന്നെയാണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഈ 20 മൊഡ്യൂളിൽ നിങ്ങൾക്ക് 20 മൊഡ്യൂൾ ഒരു മാസത്തിൽ എങ്ങനെ ഡിവൈഡ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് നിങ്ങളുടെ രീതിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചാൽ മാത്രം മതിയോ, നമുക്ക് ഒരു മാസത്തെ ഒരു റിവിഷൻ കൂടി വേണം. ഓക്കെ, ഒരു മാസത്തെ റിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ റിവൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് അല്ലാതെ തുടക്കത്തിലെ പോലെ തന്നെ വീണ്ടും പഠിക്കുക എന്നുള്ളതല്ല. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ റെഗുലറായിട്ട് പഠിച്ചു പോവുക എന്നുള്ള, പഠിക്കുക എന്ന് പറഞ്ഞാൽ കാണാപാഠം പഠിക്കുക എന്നുള്ള ഉള്ളതല്ല. നോക്കൂ, നമുക്ക് മലയാളത്തെ സംബന്ധിച്ച് നമുക്ക് ഒരിക്കലും കാണാപാഠം പഠിക്കാൻ കഴിയില്ല അല്ലേ. നമ്മൾ എല്ലാം വായിച്ച് വിടുക എന്നുള്ളതാണ്. വായിച്ച് വിടുന്നത് എങ്ങനെയാണ്? ഒരു ഭാഗം വായിച്ച് വിട്ടതിന് ശേഷം എന്താണ് ആ ഭാഗം പിന്നീട് വായിക്കാതെ ഇരിക്കരുത്. ഓക്കെ, അപ്പോൾ ഒരു ദിവസം ഒരു ഭാഗം പോർഷൻ വായിക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ദിവസം ഇത്ര ഭാഗം വായിച്ച് തീർക്കും എന്നുള്ള നിങ്ങളുടെ മനസ്സിലൊരു കാൽക്കുലേഷൻ ഉണ്ടായിരിക്കുമല്ലോ. ആ ഭാഗം വായിച്ച് തീർത്തതിന് ശേഷം അടുത്ത ദിവസം പുതിയൊരു പോർഷൻ വായിക്കുന്നതിന് മുൻപായി ഇതൊന്ന് ജസ്റ്റ് നേരത്തെ വായിച്ചിട്ടുള്ളത് ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് പോകണം. അങ്ങനെയാകുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരേ സമയം പഠനത്തോടൊപ്പം തന്നെ ഒരു തവണ റിവിഷനും കൂടി നിങ്ങൾക്ക് വരും. ഓക്കെ, ഇനി നമ്മൾ ഒരാഴ്ച പഠിച്ച കാര്യങ്ങൾ അടുത്ത ഒരു വീക്കെൻഡിൽ ശനിയോ ഞായറോ എന്നുള്ള രീതിയിൽ നിങ്ങൾ റിവിഷനായിട്ട് മാറ്റിവെക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങളുടെ ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ. ക്ലിയർ? അപ്പോൾ അങ്ങനെ ഈ രീതിയിൽ ചിട്ടയായിട്ടുള്ള രീതിയിൽ വേണം നമ്മൾ സെറ്റ് എന്നുള്ള ഈ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കാൻ. ക്ലിയർ? ഇനി നമുക്ക് എന്തൊക്കെ പഠന വസ്തുക്കളാണ് നമുക്ക് ഇതിനായിട്ട് വേണ്ടത് എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് റെഫറൻസ് പുസ്തകങ്ങൾ നിർബന്ധമായിട്ടും വേണം. ഓക്കെ, മലയാളത്തെ സംബന്ധിച്ച് നമുക്ക് ചില ഗൈഡുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. അപ്പോൾ ആ ഗൈഡിനെ ആശ്രയിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു മിനിമം ഒന്നെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഒരു റെഫറൻസ് ബുക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇപ്പം എരുമേലിയുടെ പുസ്തകമോ KM ജോർജിൻ്റെ പുസ്തകമൊക്കെ നിങ്ങൾക്ക് അതിനെ ആശ്രയിക്കാം. ഓക്കെ, അതൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സിലബസ് പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ യൂണിറ്റിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും എരുമേലിയുടെയും അതുപോലെ തന്നെ KM ജോർജിൻ്റെയും ഒറ്റ പുസ്തകങ്ങളിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിലേതെങ്കിലും ഒരു പുസ്തകം നിങ്ങൾക്ക് റെഫറൻസിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ് മുൻവർഷ ചോദ്യപേപ്പറുകൾ PYQ. ഓക്കെ, അപ്പോൾ നമ്മൾ PYQ നമുക്ക് നെറ്റിൽ നിന്നൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ PYQ ഓൾറെഡി നേരത്തെ തന്നെ ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതായിരിക്കും നന്നായിരിക്കാം. കാരണം PYQ എന്ന് പറയുന്നത് ഒരു മോഡലാണ്. ഈ രീതിയിൽ ചോദ്യം വരും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ വിശകലനം ചെയ്യുന്ന സമയത്ത് ഏതൊക്കെ ഭാഗങ്ങളിൽ നിന്നും ആണ് കൂടുതലായിട്ടും ചോദ്യങ്ങൾ ചോദിക്കുന്നത്, ഏത് തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആ ഭാഗത്തു നിന്നും വരുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് വളരെ ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. പിന്നെ മാത്രമല്ല നമ്മൾ ഓരോ ഭാഗം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ ഭാഗത്ത് നിന്നും ഏത് രീതിയിലാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത് എന്ന് നമുക്കറിയുന്നതിനും നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നതിനും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു PYQ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പഠനത്തോടൊപ്പം തന്നെ നിങ്ങൾ PYQ കൂടി ചെയ്തു പോകുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ക്ലിയർ? നമ്മൾ എല്ലാം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം PYQ ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് സമയം ഉണ്ടായി എന്ന് വരില്ല. അപ്പോൾ നിങ്ങൾ പഠനത്തോടൊപ്പം തന്നെ എന്ത് ചെയ്യുക, ഈ PYQ കൂടി ചെയ്തു പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ക്ലിയർ? ഇനി നമുക്ക് ഇതുവരെ വന്നിട്ടുള്ള ഈ കുറച്ചു 2-3 സീസണിലായിട്ട് വന്നിട്ടുള്ള ചോദ്യപേപ്പറിലെ പുതിയ പ്രവണതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ ചോദ്യപേപ്പറിൽ ആദ്യ കാലത്തുണ്ടായിരുന്നത് MCQ ക്വസ്റ്റ്യൻസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് 1 വേർഡ് ചോദ്യം അതിൻ്റെ ഉത്തരം എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളായിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. പോകെ പോകെ നമുക്ക് ഈ കഴിഞ്ഞ 2-3 എക്സാമുകൾ എടുത്ത് നോക്കുന്ന സമയത്ത് അതിൽ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ, പാറ്റേണുകൾ കൂടുതലായിട്ടും കടന്നു വന്ന് കണ്ടിട്ടുണ്ട്. അതിലൊന്നാമത്തതാണ് കാര്യകാരണ ബന്ധം അനുസരിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, ഈ ചോദ്യങ്ങൾ സാധാരണ നമുക്ക് നെറ്റിനായിരുന്നു കണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സെറ്റിൽ സാധാരണ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെറ്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഏതിലും വന്നു തുടങ്ങിയിട്ടുണ്ട്, നമ്മുടെ സെറ്റിലും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്ന് സാരം. അടുത്തത് പ്രസ്താവന ചോദ്യങ്ങൾ. നമ്മൾ പ്രസ്താവന ചോദ്യങ്ങൾ കണ്ടുവരുന്നത് PSC ചോദ്യങ്ങളിലാണ് കൂടുതലായിട്ടും പ്രസ്താവന ചോദ്യങ്ങൾ വരുന്നത്. അതേപോലെയുള്ള പ്രസ്താവന ചോദ്യങ്ങളും നമുക്ക് ഏതിൽ കാണാൻ പറ്റും,
സെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാൻ പറ്റും. ഇനി കേട്ടറ്റ് PSC മോഡലിലുള്ള ചോദ്യങ്ങൾ, അതായത് കേട്ടറ്റിലുള്ള നമ്മൾ വൊക്കാബുലറി ടൈപ്പ് ചോദ്യങ്ങളും എന്തിൽ കടന്നു വരുന്നുണ്ട്, സെറ്റിൽ കടന്നു വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കേട്ടറ്റിനെ പഠിക്കുന്നത് പോലെയല്ല നമ്മൾ സെറ്റിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ നോക്കി പോകുന്നത് കുറവായിരിക്കും. സോ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ കൂടി നമ്മുടെ ചോദ്യ പേപ്പറിൽ വരുന്നുണ്ട് എന്ന് പറയാം. മറ്റൊന്ന് ചേരുംപടി ചേർക്കലാണ്. ഓക്കെ, ചേരുംപടി ചേർക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് 1, 2 ഒക്കെ ചേരുംപടി ചേർക്കൽ സാധാരണ നമുക്ക് എല്ലാ ചോദ്യ പേപ്പറിലും നമുക്ക് കാണാവുന്നതാണ്. പക്ഷേ ഈ അടുത്ത് വന്നിട്ടുള്ള ചോദ്യ പേപ്പറിലേക്ക് ഒക്കെ 5, 6, 7, 10ൽ കുറയാത്ത ചേരുംപടി ചേർക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗം എന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 10 ചോദ്യം എന്ന് പറഞ്ഞാൽ 120 ചോദ്യം 10 ചോദ്യം ചേരുംപടി ചേർക്കൽ എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചോദ്യമാണ് ചേരുംപടി ചേർക്കൽ എന്ന് പറഞ്ഞാൽ. നമുക്ക് 1, 2 ഉത്തരങ്ങൾ നമ്മൾ അതിൽ അറിഞ്ഞു കഴിഞ്ഞാൽ ഓപ്ഷൻ വെച്ച് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ചേരുംപടി ചേർക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള ചോദ്യം. ഓക്കെ, അപ്പോൾ അതൊരു നല്ലൊരു തോന്നിയിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചോദ്യപേപ്പറിലായിട്ട് വന്നിട്ടുള്ള പുതിയ രീതിയിലുള്ള ചോദ്യ രീതികൾ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ നമ്മുടെ സിലബസ് പറഞ്ഞു, അതുപോലെ തന്നെ പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങളും ആവർത്തിക്കുന്ന ഭാഗങ്ങളും പറഞ്ഞു, അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട ഭാഗങ്ങൾ പറഞ്ഞു അല്ലേ. ചോദ്യപേപ്പറിലെ പുതിയ പ്രവണത പറഞ്ഞു, നമ്മൾ ചോദ്യം എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ഇനി നമുക്ക് നോക്കാം. നമ്മുടെ സെറ്റിലെ കുറച്ച് ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതി നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തെ സ്വാധീനിക്കും എന്നുള്ളത് ഉറപ്പാണ്. നോക്കാം. ആദ്യം നമ്മൾ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചോദ്യമാണ് നോക്കുന്നത്. ഇവിടെ തന്നിട്ടുള്ളത് ആത്മകഥകളാണ്. ഓക്കെ, നമുക്ക് വരുന്ന ഈ ചേരുംപടി ചേർക്കുക എന്ന് പറഞ്ഞിട്ട് വരുന്ന ചോദ്യങ്ങൾ കൂടുതലും ഈ രീതിയിലുള്ളതാണ്. ആത്മകഥാകാരന്മാർ അല്ലെങ്കിൽ കവികൾ, അവരുടെ കവിതകൾ, എഴുത്തുകാർ, അവരുടെ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ അവരുടെ നോവൽ, ചെറുകഥ, അതുപോലെ തന്നെ എഴുത്തുകാരുടെ ഈ നോവലിൽ വരുന്ന സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് നമുക്ക് കൂടുതലായിട്ടും വരുന്നത് ഈ ഒരു ചേരുംപടി ചേർക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള രീതി വരുന്നത്. ഓക്കെ, നോക്കാം. വ്യാഴവട്ട സ്മരണകൾ, ജീവിത സ്മരണകൾ, എൻ്റെ കഥ, എന്നിലൂടെ. നമുക്കിതിൽ 2 അറിഞ്ഞാൽ പോലും നമുക്കൊന്ന് ആൻസർ മാർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. വ്യാഴവട്ട സ്മരണകൾ എന്ന് പറഞ്ഞിട്ടുള്ളത് B. കല്യാണിക്കുട്ടി അമ്മയുടേതാണ്. A 2 എന്ന് വരുന്ന ഓപ്ഷൻ 2 ആണുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഓപ്ഷനും ക്യാൻസൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ഓപ്ഷനുകൾ ഇവിടെയുണ്ട്. ഇനി അടുത്തത് ജീവിത സ്മരണകളാണ്. അപ്പോൾ ജീവിത സ്മരണകൾ നമുക്കറിയില്ല എന്ന് വയ്ക്കാം. ഓക്കെ, നമുക്കത് അറിയില്ല. പക്ഷേ നമുക്ക് എൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം ആരായിരിക്കും. എൻ്റെ കഥ എന്ന് പറഞ്ഞിട്ടുള്ള മാധവിക്കുട്ടിയാണ്. അപ്പോൾ C 4 എന്ന് വരുന്ന ഓപ്ഷൻ 2ലും C 4 എന്നുള്ള ഓപ്ഷനാണുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അറിയുന്നത് 2ഉം ഒരേപോലെയുള്ളതാണ് വരുന്നത്. ക്ലിയർ? എന്നാൽ എന്നിലൂടെ എന്ന് പറയുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയും. നിങ്ങൾ സ്കൂളിലൊക്കെ പഠിപ്പിക്കുന്നതാണെങ്കിൽ നമ്മുടെ CRT ടെക്സ്റ്റിലുള്ള ഒരു ചെറിയൊരു പോർഷൻ ഇതിലെ വരികളാണുള്ളത്. അപ്പോൾ D എന്നിലൂടെ എന്ന് പറയുന്നത് കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളാണ്. അപ്പോൾ D 1 എന്ന് വരുന്ന ഓപ്ഷൻ, ലാസ്റ്റിലെ ഓപ്ഷൻ B എന്ന് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിലെ ഓപ്ഷൻ B ആണ്. ജീവിത സ്മരണകൾ എന്ന് പറയുന്നത് EV കൃഷ്ണപിള്ളയുടെ ഒരു കൃതിയാണ്. ഓക്കെ, ആത്മകഥയാണ്. അപ്പോൾ സ്മരണ വെച്ചിട്ട് ഒത്തിരി കൃതികൾ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ നമ്മുടെ പല പുസ്തകങ്ങളായിട്ട് റെഫർ ചെയ്ത് നിങ്ങൾ പഠിക്കുക, അല്ലെങ്കിൽ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി പഠിക്കുക, അല്ലെങ്കിൽ നമ്മളെ കോച്ചിങ്ങിനെ സമീപിക്കുക. അടുത്തത് വ്യാകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. സ്ഥിരമായിട്ട് ഈ ഭാഗത്തുനിന്ന് ഒരു ചോദ്യം നിർബന്ധമായിരിക്കും. ക്ലിയർ? അപ്പോൾ ടാവും റാവും ഇരട്ടിപ്പു നാമാന്തത്തിൽ യഥോചിതം എന്ന കേരള പാണിനീയ കാരികയ്ക്ക് സമാനമായ ലീലാതിലക സൂത്രം നമുക്ക് പഠിക്കാനുള്ളതാണ്. നമ്മൾ സന്ധി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം, ഈ ഭാഗം നമ്മൾ സാധാരണ കേട്ടറ്റിന് പഠിക്കുന്നത് പോലെ പഠിച്ചാൽ പോരാ. നമുക്കതിൽ ലീലാതിലകത്തിലെ സൂത്രങ്ങൾ കൂടി ഉൾക്കൊള്ളിച്ചിട്ട് വേണം നമുക്ക് പഠിക്കാൻ. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ C ആണ്. റിട്ടോർ ദിത്വം ച എന്ന് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് വിശദീകരിക്കാനൊരു സമയമില്ല. ഒത്തിരി സമയമെടുത്ത് ആദ്യം മുതലേ വിശദീകരിച്ചാൽ മാത്രമാണ് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്കറിയായിരിക്കും നമ്മളൊരു സെറ്റിൻ്റെ ഫ്രീ ആയിട്ടുള്ളൊരു പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു ഫ്രീ ആയിട്ട് ക്ലാസ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടോപ്പിക്കായിരുന്നു ഇത്. അപ്പോൾ ആ ക്ലാസ് കണ്ട ആളുകൾക്ക് മനസ്സിലായിരിക്കും ഞാൻ എത്ര ടൈം എടുത്തിട്ടാണ് ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് എന്നുള്ളത്. ക്ലിയർ? അപ്പോൾ അത് നമുക്ക് അത്രയും വിശദീകരിക്കാനുള്ളൊരു സമയം ഇപ്പോൾ നമുക്കില്ല.
ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പ്രസ്താവന രൂപത്തിലുള്ള ചോദ്യങ്ങൾ. ശരിയായ പ്രസ്താവന ഏത്? സർവനാമങ്ങൾക്ക് സംബോധന രൂപങ്ങളില്ല. അപ്പം എന്താണ് സർവനാമം? സർവനാമം പറഞ്ഞാൽ ഒരു നാമത്തിന് പകരം ഉപയോഗിക്കുന്നതാണ്. ഞാൻ, ഞങ്ങൾ, നമ്മൾ, അവൻ, അവൾ, അത്, ഇത് എന്നൊക്കെ പറയുന്നത് സർവനാമങ്ങളാണ്. അപ്പോൾ സർവനാമങ്ങൾക്ക് എന്തില്ല? സംബോധനാ രൂപങ്ങളില്ല. ഓക്കെ, സംബോധന എന്ന് പറഞ്ഞാലേ നമ്മൾ ഒരാളെ സംബോധന ചെയ്യാൻ നമ്മൾ സർ എന്ന് വിളിക്കുന്നത്, അല്ലേ, നീ എന്ന് വിളിക്കുന്നത്, അങ്ങനെയൊക്കെ വിളിക്കുന്നതാണ് സംബോധനാ രൂപങ്ങളാണ്. അപ്പം അങ്ങനെ സംബോധന ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ബഹുമാനപൂർവ്വം ചെയ്യുക എന്നുള്ളതാണ്. അപ്പം അത്തരത്തിലുള്ളൊരു സംബോധന രൂപം എന്തിനില്ല? സർവനാമങ്ങൾക്ക് ഇല്ല. വാക്യാരംഭത്തിൽ മാത്രമേ സംബോധന വരികയുള്ളൂ. സംബോധനയ്ക്ക് കാരകബന്ധം ഇല്ല. ഓക്കെ, അതിൻ്റെ ഓപ്ഷനായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ്. ഓക്കെ, അടുത്തത് തെറ്റായ പദം ഏത്? നേരത്തെ നമ്മൾ പറഞ്ഞു കേറ്ററ്റ് ലെവലുള്ള അല്ലെങ്കിൽ PSC ലെവലുള്ള ഒരു ചോദ്യം. തെറ്റായ പദം, ഇത് വൊക്കാബുലറി ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് പദശുദ്ധി എന്ന് പറയാം. രാപകൽ, ദിനപത്രം, യാദൃച്ഛികം, രക്തരൂക്ഷിതം. ഓക്കെ, അപ്പോൾ രാപകൽ എന്നുള്ള എഴുതുക എന്ന് വിചാരിക്കും, 2 പായില്ലേന്ന്. തെറ്റാണ്. പകൽ എന്നാണ്. അതായത് രാവിനും പകലിനും ഒരേപോലെ അവിടെ പ്രാധാന്യമുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ദിനപത്രം, ഇവിടെയും അങ്ങനെ തന്നെയാണ്. ദിനപത്രം എന്ന് നമ്മൾ എഴുതില്ലേ എന്ന് വിചാരിക്കും. അല്ല, ദിനത്തിനും പത്രത്തിനും ഒരേപോലെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അവിടെയും എന്തില്ല? 2 പായില്ല, 1 പായുള്ളൂ. യാദൃച്ഛികം ഇങ്ങനെ തന്നെയാണ് എഴുതുക, അല്ലെങ്കിൽ യാദൃശ്ചികം എന്നിങ്ങനെ എഴുതുകയാണെങ്കിൽ അത് തെറ്റാണ്. ഓക്കെ, അപ്പോൾ ഈ എയും ബിയും സിയും ശരിയാണ്. അപ്പോൾ അതിൽ തെറ്റ് രക്തരൂക്ഷിതം എന്നുള്ളതാണ്. രക്തരൂഷിതം എന്നാണ് പറയുക കേട്ടോ. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യകാരണ ബന്ധമനുസരിച്ചിട്ടുള്ള ചോദ്യമാണ്. കാര്യം, കഥകളിയെ പോലെ കൃഷ്ണനാട്ടത്തിൽ പാട്ട് ആവർത്തിച്ചു പാടാറില്ല. പിന്നെ അതിൻ്റെ കാരണങ്ങളായിട്ട് പറയുന്നത്, ഒന്നാമത്തത് പദം പ്രതിയുള്ള അഭിനയം കൃഷ്ണനാട്ടത്തിൽ ആവശ്യമില്ല. രണ്ടാമത്തെ കാരണം പറയുന്നത് പാട്ട് ആവർത്തിച്ചു പാടാൻ കൃഷ്ണനാട്ടത്തിൽ പിന്നണിപ്പാട്ടുകാരില്ല. ഓപ്ഷൻ എ കാര്യവും കാരണം ഒന്നും ശരി. ഓപ്ഷൻ ബി കാര്യവും കാരണം ഒന്നും രണ്ടും ശരി. സി കാര്യവും കാരണം രണ്ടും ശരി. ഡി കാര്യവും കാരണങ്ങളും തെറ്റ്. ഓക്കെ, അതിൽ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്. ക്ലിയർ? അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ളത്. മറ്റൊരു പ്രസ്താവന ചോദ്യം കൂടി നോക്കാം. പാഠത്തിന് അപ്പുറമൊന്നുമില്ല എന്ന പ്രാമാണിക വാക്യം ദെറീദയുടേതാണ്. പൗരസ്ത്യവാദത്തിൻ്റെ ശക്തനായ വക്താവ് എഡ്വേർഡ് സെയ്ദാണ്. ഗ്രന്ഥകാരൻ്റെ മരണം എന്ന ആശയം അവതരിപ്പിച്ച അൽത്തൂസർ ആണ്. ഘടനാവാദത്തിൻ്റെ പിതാവാണ് ഫെർഡിനാൻഡ് ഡി സൊസ്യൂറെ. അതിൽ തെറ്റായിട്ടുള്ള ഓപ്ഷൻ സി ആണ്. ഗ്രന്ഥകാരൻ്റെ മരണം എന്ന് പറയുന്നത് റൊളാങ് ബാർത്തിൻ്റെ ഒരു സിദ്ധാന്തമാണ്. ഡെത്ത് ഓഫ് ഓതർ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാവനയാണ് ഈ ഒരു ആശയം എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചു പ്രധാനപ്പെട്ടിട്ടുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു സെറ്റിന് വേണ്ടിയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്നുള്ളത് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ പഠനത്തെ സ്വാധീനിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.